വേറൊരു ഐറ്റത്തിന് അമ്മ അവിടെ റെഡിയാക്കുന്നുണ്ട്. അതെന്താന്ന് കൊണ്ടുവരുമ്പോ കാണിച്ചു തരാവേ. ഇതേപോലെ കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തില് അയ്യോ ഒരു സംഗതി കാണിച്ചു തന്നെ. അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും തുളയ്ക്കൂല ഈ പാറ്റ. അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പാറ്റയ്ക്ക് ഞെറക്കാൻ പറ്റില്ല. ആ വർക്ക് ഏരിയയിൽ വെള്ളം ഒഴുകി കിടക്കണം. അപ്പൊ നോക്കിയപ്പോ ആ തേങ്ങ പൊട്ടിച്ചപ്പോ വളിമ്പ് വേണം. അത് എന്നിട്ട് എന്നെ ഇതെന്നറിയാമോ, ഇന്ന് വരെ വട്ട് തുടങ്ങിയിട്ടുള്ളത് നമ്മളെ അറിയാവുന്ന എല്ലാ വ്യക്തി. ഇനി പുതിയതായിട്ട് ചിലപ്പോ ഇത് കാണുന്നവര് കരുതും പൊങ്ങുള്ള തേങ്ങ പൊങ്ങ് എങ്ങനെ എടുക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. തേങ്ങാപ്പാൽ എടുക്കണേ എങ്ങനെയാന്ന് ചിലരൊക്കെ ചോദിക്കും. നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. അപ്പൊ മാക്സിമം നീര് കിട്ടിക്കോളൂ. ഒന്നാം പാലിന് കട്ടി വേണം. തേങ്ങാപ്പാൽ ഇരിക്കണം അരിപ്പയാണ്. നിങ്ങൾ അരിപ്പ ഉപയോഗിക്കാതെ കാണിച്ചു വെച്ചേക്കോന്നൊക്കെ പറഞ്ഞപ്പോ എന്നാക്കി അപ്പൊ ഇന്ന് കൊണ്ടുവന്നേക്കണേ. എന്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതെ, ബ്രേക്ക്ഫാസ്റ്റിലെ ഒരു ഐറ്റമാണ് ഇവൻ. കണ്ടോ, വേറൊരു ഐറ്റത്തിന് അമ്മ അവിടെ റെഡിയാക്കുന്നുണ്ട്. അതെന്താന്ന് കൊണ്ടുവരുമ്പോ കാണിച്ചു തരാവേ. വരാന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഉപ്പിട്ടായിരുന്നു കേട്ടോ ഓൾറെഡി, അതുകൊണ്ടാണ് ഇത് പോരെ. ഞാൻ കൈ കൊണ്ടാട്ടം ഇട്ടത്, അതൊന്നും കുഴപ്പമില്ല. സ്പൂൺ എടുത്തില്ല എന്ന് പറഞ്ഞതാ. കാറ്റ് പറക്കണേ ഫാനിന്റെ. ഞാൻ മേശയിട്ട് വെച്ചു. ഞാൻ ബ്രെഡ് എടുത്തുമ്പോഴേ ദേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ. ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇഷ്ടമുള്ളവർ കൈ പൊക്കുക. ഇതെങ്ങനെയാ കഴിക്കേണ്ടതെന്ന് അറിയോ, കാണിച്ചു തരാം. ഒരു ഇച്ചിരി ബ്രെഡ് എടുക്കുക. ഇതെന്നെ അപ്പയ്ക്ക് ഗോതമ്പ് ബ്രെഡ് കിട്ടിയില്ലേ, ഇതാ ഇതിങ്ങനെ ഇച്ചിരി പൊട്ടിക്കുക. ഇങ്ങനെ വലിച്ചെടുക്കുക. ഇതിങ്ങനെ അങ്ങ് കഴിക്കുക. അല്ല, ഇനി നമുക്ക് പതുക്കെ ഉണ്ണി ഒന്ന് പൊട്ടിക്കാം. അതൊരു പ്രത്യേക രസമാണ്. ഇതിങ്ങനെ ഉണ്ണി മുക്കി കഴിക്കാൻ. പാത്രത്തിലേക്ക് ഉണ്ണി വീഴാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ കഴിക്കണം, അടിപൊളിയാണ്. ഈ തേങ്ങ ഇതിനകത്ത് പൊതിക്കല് ഭാരല്ലേ? അമ്മ എപ്പോഴും പറയും മറ്റേ രീതിയിൽ അമ്മ പൊതിക്കില്ലേ, കോടാലി വെച്ച്. അത് അമ്മയ്ക്ക് ഭയങ്കര ഈസിയാന്ന് പറയും. ഓരോരുത്തർ യൂസ് ചെയ്യുന്നതിൻ്റെ ഇതുപോലെ എനിക്കതില് ഒന്നും അതിനകത്ത് കവന്ന് കിടക്കണ്ട. കോടാലിയില്ലേ നിവർന്ന് നിൽക്കാം. പണ്ട് അപ്പച്ചൻ എത്ര. പക്ഷെ ഇതിനുള്ള ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ ഈ തെങ്ങിന് തേങ്ങയ്ക്ക് ചകിരി കൂടുതലുള്ളതുകൊണ്ടാണ്. സാധാരണ തേങ്ങയ്ക്കൊന്നും ഇത്രയും ഇതില്ല. ഇത് ഈ ചകിരിയെ മുഴുവനും. ഇതാ പഴയ പാരയുടെ സിസ്റ്റം തന്നെയാണ്. പിന്നെ നമ്മള് ഇതിനകത്ത് ഈസി ആയിട്ട് കുറച്ചും കൂടി ചകിരി പൊളിഞ്ഞു പോരൂന്ന് മാത്രം. ഇത് ഈ മറ്റേ പാരയില് ആഞ്ഞ് കുത്തണത്, ഇതിൽ ആഞ്ഞു കുത്തേണ്ട കാര്യമില്ല. അതാണ് പ്രത്യേകത. കാരണം കുത്തുന്നതിലാണ് അത് കേറുന്നത്. അത് അവരുടെ വീട്ടില് അതായിരിക്കും. അല്ല തേങ്ങ കൊപ്രയാക്കാൻ പുള്ളിക്കാരി കുടിച്ചിട്ടുണ്ടോ ഇവിടെ? ഇതേപോലെ കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തില് പക്ഷെ സത്യാവസ്ഥ എന്തെന്നാൽ ഇത് മുഴുവനും ചകിരിയാണ്. അകത്തൊരു കുഞ്ഞു കാമ്പുണ്ട്. അയ്യോ, അതില് ചകിരി ഇല്ല. ഓരോ തേങ്ങയും ഓരോ ടൈപ്പാ. ഓ, എന്തുമാത്രം ഈ ചകിരിച്ചോറ് കൂടുതൽ ഉപയോഗം ഉള്ള കാര്യങ്ങൾക്കെല്ലാം ഇത് നല്ലതാണ്. തേങ്ങ ഉപയോഗമുള്ളതിന് ഇതിന് വലിയ കാര്യമില്ല, കുഞ്ഞു തേങ്ങയാണ്. പക്ഷെ ചകിരി നമ്മൾ ഉപയോഗത്തിന് കൂടുതൽ എടുക്കില്ലേ, തേങ്ങയേക്കാൾ കൂടുതൽ, അതിനിത് നല്ലതാണ്.
അതല്ല, ഇതിപ്പോ തേങ്ങ തീരെ ചെറുതല്ല, പക്ഷെ ഈ കാണുന്നത് പോലെയുള്ള വലിപ്പമില്ല. ഈ ചകിരി ഇവിടെ ഗ്രോ ബാഗിൽ ഇടാനാ ഇവിടെ കൂട്ടിയിട്ടേക്കണേ. അത്രയും വലിയ തേങ്ങ പൊലിച്ചിട്ട് കിട്ടിയ കാമ്പാണ് ഇത്. സോ സ്മോൾ. പക്ഷെ കാണേണ്ടത് ആ ജയന്റെ അവിടെ നിൽക്കുന്ന തേങ്ങയുടെയാ. എന്നാ വലുപ്പമുള്ള തേങ്ങയാണ്. പക്ഷെ അതിന്റെ കുഴപ്പം എന്നാന്ന് വെച്ചാൽ താഴെ വീഴുമ്പോ ആ തേങ്ങ പൊട്ടും, ഈ തൊലിക്ക് കട്ടിയില്ലാത്തോണ്ട്. ഒരു ബക്കറ്റ് നിറയെ അപ്പ തേങ്ങ പൊതിച്ചു വെച്ചേക്കുക. അയ്യോ, ഒരു സംഗതി കാണിച്ചു തന്നെ. അവിടെ നിന്നോ. ഇങ്ങനെ തേങ്ങ പൊതിച്ചു വെക്കുമ്പോഴേ അപ്പതേ ഇങ്ങനെ വെക്കും കുടുമി. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തേങ്ങ അപ്പൊ നമുക്ക് കൂടുതൽ തേങ്ങയുടെ ആവശ്യമുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും തുളയ്ക്കൂല. ഈ പാറ്റ പല്ലി തുളയ്ക്കൂല കേട്ടോ. അല്ലെങ്കിലും പാറ്റ ആണ് പ്രധാനമായിട്ട് തുളച്ച് ഈ കാണിച്ചു തരാം. ഈ കണ്ണില്ലേ, 3 കണ്ണ്, അത് ഇങ്ങനെ തുളച്ച് കഴിയുമ്പോൾ അതിൽ കൂടെ വെള്ളം ലീക്ക് ചെയ്ത് തേങ്ങ കേടാവും. അപ്പൊ ഇങ്ങനെ കുടുമി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പാറ്റയ്ക്ക് ഞെറക്കാൻ പറ്റില്ല. എന്നിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ പൊരിച്ചു കഴിഞ്ഞാൽ ഇതേ ഇങ്ങനെ കുത്തി വെക്കും. ആ പൊട്ട ബക്കറ്റിലാണ് വെച്ചേക്കണം, അലുമിനിയം ബക്കറ്റിൽ. അപ്പൊ ഒരു 10-15 എണ്ണം പൊരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് ഇത് കാണിക്കാൻ വന്ന. ഇത് പലർക്കും അറിയാം, പക്ഷെ പുതിയ പിള്ളേർക്ക് ചിലപ്പോൾ അറിവ് കുറവുണ്ടാവും. ഞാൻ വെറുതെ നമ്മളൊരു വീഡിയോ കാണിക്കുമ്പോ എല്ലാരും ഉൾപ്പെടുത്തിയല്ലേ കാണിക്കുന്നത്. അപ്പൊ നമ്മളിലും കൂടുതൽ അറിവ്, ഞങ്ങളിലും കൂടുതൽ അറിവുള്ളവർ ഞങ്ങളോട് അറിവ് പറഞ്ഞു തന്നെ. ഞങ്ങളിലും കുറവ് അറിവുള്ളവർക്ക് വേണ്ടിയാണ് ഇതൊക്കെ പറയണത്. പിന്നെ ഞങ്ങളുടെ പോലെ തന്നെ അറിവുള്ള നിലവാരക്കാരും ഞങ്ങളുടെ കൂട്ടത്തിൽ കാണും. പലരെ ഉൾപ്പെടുത്തിയാണല്ലോ നമ്മളിത് ചെയ്യണം. അപ്പൊ നിങ്ങൾക്കുള്ള അറിവുകൾ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഷെയർ ചെയ്ത് തരിക. ഞങ്ങളത് സ്വീകരിക്കാവുന്ന എല്ലാം സ്വീകരിക്കാറുണ്ട്, പറയാറുമുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേടാകാതെയല്ല, കുത്തി അലമ്പായി പോവില്ല, തേങ്ങ കേടായി പോകും. അതെന്നാന്നോ, പണ്ടൊരു 5-6 പൊതിച്ചു വെച്ചിട്ടേ ഇങ്ങനെ 2 തേങ്ങയുടെ നേരം വെളുത്തപ്പോ ആ വർക്ക് ഏരിയയിൽ വെള്ളം ഒഴുകി കിടക്കണം. അപ്പൊ നോക്കിയപ്പോ 2 ഇങ്ങനെ കുത്തിക്കളഞ്ഞേച്ച് അതിന് വെള്ളം ലീക്ക് ചെയ്ത് കിടന്ന് ആ തേങ്ങ പൊട്ടിച്ചപ്പോ വളിമ്പ് വേണം. അത് എന്നിട്ട് എന്നെ ഇതെന്നറിയാമോ, ആ ഭാഗത്തെ ഈ മൊനയുള്ള ഭാഗത്തെ പൊട്ടിച്ചേച്ച് ആ ഭാഗം കളഞ്ഞ് ഇങ്ങോട്ടുള്ളതിന് കുഴപ്പമില്ല, അത് ഇങ്ങോട്ടുള്ള ചുരണ്ടി എടുത്തു. അതുകൊണ്ട് അതിന് ശേഷം ഇങ്ങനെ കുടുമി വെച്ചാ അപ്പൊ പൊതിച്ചു വെക്കും. അത് പറയാൻ എടുത്തോണ്ട് വന്നെ. അപ്പൊ ഈ തേങ്ങ പൊട്ടിക്കാം. ഈ തേങ്ങ പൊട്ടിക്കുന്നതിനൊരു പ്രത്യേക കാരണമുണ്ട് അല്ലേ? എന്നാ എനിക്കറിയാൻ മേല. എന്തിനാ അമ്മ ഇപ്പൊ തേങ്ങ പൊട്ടിക്കാൻ? 12 മണി ആയപ്പോൾ നല്ല ചൂടാ, വേനൽക്കാലം വട്ടായി തുടങ്ങി. പറയട്ടെ, അങ്ങനെ പറയാ, അങ്ങനെയല്ല പറയണ്ട. നീ അത് പൊട്ടിക്കല്ലേ, സസ്പെൻസ്. വേനൽക്കാലം 12 മണി, നല്ല ചൂടാ. എന്റെ നേരെ നോക്ക്, മൈൽഡായി തുടങ്ങി. മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ അത് മൂർധന്യത്തിൽ വരും. ഞാനിത് ചെന്ന് തിരുമറയൂർ എന്റെ വീട്ടിൽ പറയുമ്പോ അമ്മാച്ചനിരുന്ന് കാന്ന് ചിരിക്കൂലേ. അപ്പൊ എനിക്ക് അങ്ങനെ, അതുകൊണ്ട് എന്തിനാന്ന് മനസ്സിലായി എന്തിനാന്ന്. ഇതൊക്കെ ഞാൻ തമാശക്ക് പറയണ, അല്ലാതെ സീരിയസ് ആയിട്ട് വട്ടാതെ കരുതരുത് കേട്ടോ. നമ്മക്ക് വട്ടില്ല എന്നുള്ളത് നമ്മളെ അറിയാം. ഇന്ന് വരെ വട്ട് തുടങ്ങിയില്ല എന്നുള്ളത് നമ്മളെ അറിയാവുന്ന എല്ലാ വ്യക്തികളും. ഇനി പുതിയതായിട്ട് ചിലപ്പോ ഇത് കാണുന്നവര് കരുതും, പുതിയതായിട്ട് ഇത് കാണുന്നവര് അതിന്റെ അടിയിൽ ചിലപ്പോ കമന്റ് വരാൻ സാധ്യതയുണ്ട്. എന്നാണ് ചിലപ്പോ തുടങ്ങിയത്, എന്നാണ്. ചിലര് നല്ല രീതിയിലേ ചോദിക്കുള്ളൂ, ചിലര് വേറെ ഭാഷയൊക്കെ എഴുതാറുണ്ട്. നിങ്ങൾക്ക് ഈ രോഗം തുടങ്ങിയെന്ന. എന്റെ ദൈവമേ, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ ഇങ്ങനത്തെ രോഗമൊന്നും പിടിപെട്ടിട്ടില്ല കേട്ടോ. ഞങ്ങള് ഈ സമയം പോകാൻ വേണ്ടി ഒരു നേരം പോക്ക് പറഞ്ഞാലേ തേങ്ങ പൊട്ടിക്കാം. വെള്ളം വേണ്ടല്ലോ, വെള്ളം നല്ലതാണെങ്കിൽ എടുക്കാം. അല്ല, ഇനിയിപ്പോ വെള്ളം എടുക്കാൻ പാത്രം എടുക്കാനൊന്നും പറ്റില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് അവിടെ നിന്ന് കൊണ്ടുവന്ന പൈനാപ്പിൾ പൾപ്പാക്കിയിട്ടുണ്ട്, നിനക്ക് ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പൊ പിന്നെ ഈ വെള്ളത്തിന്റെ ആവശ്യമില്ല. ഓക്കെ, മുഖം കഴുകാൻ നല്ല കേട്ടോ ഇത്. തേങ്ങാ വെള്ളം കൊണ്ട് അമ്മ വേണമെങ്കിൽ ഒന്ന് മുഖം കഴിക്കോ. പുള്ളിക്കാരത്തി തേങ്ങയുടെ
മടല് ദേ അപ്പ പൊതിച്ചിട്ടത് ഇങ്ങനെ വെച്ചേക്കണം കൊണ്ടുപോവാൻ. അത് വരുമ്പോ ഇല്ലേ മുറ്റത്ത് വെയിലുള്ളടത്തിട്ട് ഉണക്കും, എന്നിട്ട് ചാക്കിൽ കെട്ടി വെക്കും. എന്നിട്ട് ഓട്ടോറിക്ഷ അതിന്റെ സനൂജ് വരുമ്പോ ഓട്ടോറിക്ഷ കൊണ്ടുപോകും. ഇത് പൊട്ടിക്കട്ടെ? പൊട്ടിച്ചോ. ഇവിടെ അപ്പച്ചനില്ലേ ഈ തേങ്ങ പൊതിച്ച് വെച്ച അപ്പച്ചൻ സ്വയം പൊതിക്കുകയും ഈ എന്തിനാന്ന് വെച്ചാൽ അതും പറഞ്ഞുതരാം. കൊപ്ര ആട്ടാൻ അപ്പയും സ്വയ പൊതിക്കണം. ഇവിടെ ആട്ടാനായിട്ട് പാരയും കൊണ്ട് അപ്പ പൊതിച്ച് വെച്ച് പൊങ്ങുണ്ട് ഇതില്. അപ്പച്ചൻ ഒറ്റ വെട്ടിന് 2 നുറുക്ക ഓർക്കണ്ടോ? 2 ഇതായിട്ട് അന്ന് വലിയ വാക്കത്തി. അതെ അതെ അതെ. അല്ല വാക്കത്തി ഇപ്പോഴും ഇവിടെ ഉണ്ട്, പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ ഞാനില്ലേ കാരണം ഭയങ്കര വെയിറ്റാ. പൊങ്ങുണ്ട് മോനെ, പൊങ്ങുണ്ട്. ഇതെനിക്കല്ലേ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഈ എന്നതീ കാണിക്കണേ? ഇത് കട്ട് ചെയ്ത് പൊങ്ങെടുക്കണ കാണിച്ചു തരാം. കയറിപ്പോരെ, ഇതെടുത്തോണ്ട് പോക്കോട്ടെ. ബാ. കാളക്കൊമ്പൻ വെണ്ടത്തയ്യാന്നും പറഞ്ഞ് മേടിച്ചത് സാധാ വെണ്ടയായി പോയി. ആണോ? കാളക്കൊമ്പനല്ല അല്ലേ? നാളെ നമുക്ക് തോരൻ ഉണ്ടാക്കാം. അപ്പൊ പറിച്ചു വെച്ചിട്ടുണ്ട്. ഓർഡിനറി വലിപ്പമുള്ളൂ ഞാൻ ചെയ്യണതേ. പൊങ്ങുള്ള തേങ്ങ പൊങ്ങ് എങ്ങനെ എടുക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. കണ്ടോട്ടോ? ദേ ദേ ഫുൾ സെറ്റായി കിട്ടി. അമ്മയ്ക്ക് വേണോ? എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഞാൻ എന്നും തിന്നണതാ. മുളച്ച തേങ്ങയാ ഇപ്പോഴും ഇവിടെ. അതിന് മധുരം ഉണ്ടാവും. അപ്പൊ നിങ്ങളെ കൊതിപ്പിച്ചിട്ട് ഇത് തിന്നാൻ പോകുന്നത് ഞാനാണ് കേട്ടോ. ആർക്കാ അപ്പൊ കൊതിയല്ല? കൊതിയുള്ളവർ ഒത്തിരി പേരുണ്ട്. അടിപൊളി. നമ്മുടെ ഈ വർക്ക് ഏരിയ ഒത്തിരി പേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാദരക്ഷകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. പുറത്തിടണോ അകത്തിടണോ ഓരോരുത്തർ. അതെ. തേങ്ങാപ്പാൽ എടുക്കണേ എങ്ങനെയാന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് പലതവണ ചെയ്തിട്ടുണ്ട്, എങ്കിലും ചെയ്യാന്ന് കരുതി കേട്ടോ. അപ്പൊ 1ാം തേങ്ങാപ്പാൽ ആദ്യം എടുക്കാൻ പോവാണ്. അതിനാവശ്യമുള്ള തേങ്ങ ഇട്ടു. ഒരു തേങ്ങ, വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചോളൂ. 1ാം പാലാകുമ്പോൾ ഇനി ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് പിഴിഞ്ഞെടുക്കും. തേങ്ങ ഒതുക്കിയാ മതി അല്ലേ? ജസ്റ്റ് നന്നായിട്ടൊന്ന് ഒതുക്കുക. വെള്ളം കുറവുണ്ടാവും ഒഴിച്ചത്. പിഴിയുക. നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. അപ്പം മാക്സിമം നീര് കിട്ടിക്കോളൂ. 1ാം പാലിന് കട്ടി വേണം. ഇത് വീണ്ടും അരിച്ചെടുക്കണോ അല്ലേ? ഇത് പിന്നെ അരിക്കാതെ തേങ്ങാപ്പിരി ഇല്ല അതിൽ മുഴുവൻ കിടക്കണേ. ഇത് അരിച്ചേച്ച് വീണ്ടും ഒന്നോടെ ഞെക്കി എടുക്കണം. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം മാക്സിമം. നല്ല കുറുകിയ തേങ്ങാപ്പാല് റെഡി. 1ാം പാൽ. ഇതാണ് തേങ്ങാപ്പാൽ അരിക്കണ അരിപ്പ. ചിലര് അതില് ചില ചോദ്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നായിരുന്നു. പറയണില്ല എന്നാന്നുള്ളത്. അത് ഞാൻ തേങ്ങാപ്പാൽ അരിക്കണ അരിപ്പയാണ്. നിങ്ങൾ അരിപ്പ ഉപയോഗിക്കാതെ കാണിച്ചു വെച്ചേക്കോന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് ചിരിക്കാൻ തോന്നി. ഇനി മറുപടി പറഞ്ഞായിരുന്നു കൃത്യമായിട്ട്. വ്യൂവേഴ്സ് തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് അതിന്. അതായത് ഇതിങ്ങനെ ഫ്രഷ് ആയിട്ട് ഇരിക്കണ കണ്ടിട്ട് നിങ്ങളെ ആരെയും കാണിക്കാനായിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. ഞാൻ ചെയ്യണ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഞാനത് ക്ലീൻ ആയിട്ട് കഴുകി വെക്കും ആവശ്യം കഴിഞ്ഞാൽ. ഒരു തേങ്ങാപ്പാൽ അരിക്കുകയോ അല്ലെങ്കിൽ ചായ അരിക്കുകയോ ജ്യൂസ് അരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ സിങ്കിൽ ആ അരിപ്പ കിടക്കൂല. വൃത്തിയായിട്ട് കഴുകി വെക്കും. അങ്ങനെ ചെയ്യണവർ ചിലർ നീറ്റായിട്ട് ആ കമന്റിന് മറുപടി കൊടുത്തേക്കണത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് തേങ്ങാപ്പാൽ അരിക്കുന്ന അരിപ്പ ഒരു 8-9 മാസമായി അരിപ്പിയത്. ഇത് ആവശ്യം കഴിയുമ്പോൾ വൃത്തിയായിട്ട് വെള്ളത്തിലിട്ട് കഴുകി നീറ്റായിട്ട് ഹാങ് ചെയ്തിടും. അവിടെ ഒരു ഞങ്ങൾക്ക് പഴയ അടുക്കളയാണ്. അപ്പം അതിൻ്റെ കുറേ പരിമിതികളുണ്ട്. അപ്പം ചെയ്യേണ്ട സ്ഥാനത്ത് അത് ചെയ്തു വെക്കും. അപ്പം വൃത്തിയായിട്ടിരിക്കും. ദേ ഇനി ഇതിലേക്ക് പകർത്താം. ദേ ഇത്രയേ ഉള്ളൂ. 1ാം പാലാട്ടോ, കട്ടിയുള്ള 1ാം പാല്. ഇനി 2ാം പാല് പിഴിഞ്ഞെടുക്കണം. 1ാം പാൽ റെഡി.
അത് മൂടി വയ്ക്കാം. ഇനി രണ്ടാം പാല്. ഇനി കൂടുതൽ വെള്ളം ഒഴിക്കണം. കൂടുതൽ വെള്ളം ഒഴിച്ച് നിറപ്പിച്ചെടുക്കുന്നത് രണ്ടാമത്തെ പാല്. കൂടുതൽ വെള്ളം ഒഴിച്ചെടുക്കണം. ആ പിസറിലേക്ക് തന്നെ വേണം. ആ പിസറിൽ അല്ലാതെ വേറെ എങ്ങനെയാ പിന്നെ? അപ്പൊ കുറച്ചും കൂടി കൊഴുപ്പ് കുറയും. വളരെ കുറയും. ഞാൻ പറഞ്ഞില്ലേ, പച്ചയായിട്ടുള്ള തേങ്ങയാണെങ്കിൽ നന്നായിട്ട് നീര് കിട്ടും പാൽ. ഇത് ഉണങ്ങി വട്ട് കടി ചേർക്കുന്ന തേങ്ങ ആയതുകൊണ്ട് തേങ്ങാപ്പാൽ കുറവാണ്. ചിലര് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് പിഴിയും. അപ്പം കൂടുതൽ പാൽ അതിൽ നിന്ന് കിട്ടുമെന്നാണ് പറയണേ. മിക്സിയിലടിക്കുമ്പോൾ അങ്ങനെ ചെറിയ ചൂടുവെള്ളം ചേർക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ പിന്നെ ആ പണിക്ക് പോകാറില്ല, വരാറില്ല. ഇത് രണ്ടാമത്തെ. ഇനി ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഒന്ന് ബോയിൽ ചെയ്യുമ്പോൾ വേവിക്കാനായിട്ട് എടുക്കുമ്പോൾ അത് നമുക്ക് മൂന്നാമത്തെ തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പം ഇച്ചിരി ഒരു ടേസ്റ്റ് കിട്ടും, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ചെയ്യണ വിധം പറഞ്ഞതന്നെ ഉള്ളൂ. അതിന് മൂന്നാമത്തെ പാലും കൂടെ നമുക്ക് പിഴിഞ്ഞെടുക്കണം. അത് കൂടുതൽ നേർപ്പിച്ച വെള്ളത്തിൽ, കൂടുതൽ നേർപ്പിച്ച വെള്ളമല്ല, കൂടുതൽ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചെടുക്കുക. അത് മൂടി വയ്ക്കാം. പാത്രം എടുത്തോണ്ട് ഇനി മൂന്നാമത്തെ പാലിനുള്ള നല്ല നേർപ്പിച്ചെടുക്കും. ഫുൾ പിസറായി. സത്തൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് അതിൽ വേവിക്കാം. ഫുൾ വെള്ളത്തിൽ വേവിക്കണ്ടെന്നുള്ളൊരു ഗുണം മാത്രം. കാരണം ചെറുതായിട്ട് തേങ്ങാപ്പാലിന്റെ അതുകൊണ്ട് പെട്ടെന്ന് വേവും. മുഴുത്തായിട്ടിട്ട് അങ്ങനെ വേഗം വേവൂല. തേങ്ങാപ്പാലിന്റെ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടുമെന്ന് മാത്രം. ഇങ്ങനെ തേങ്ങാപ്പാലിന് ശരിക്കും പറയാൻ പറ്റും. അതെ 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 അതെ. പിന്നെ മൂന്നാം പാലിൽ അങ്ങനെ പറയണമല്ലോ. പിന്നെ വേറൊരു പോയിന്റ് പറഞ്ഞേക്കാം. കൂടുതൽ തേങ്ങ ചിരണ്ടി പിഴിയുവാണെങ്കിൽ മൂന്നാം പാലിനും നല്ല സത്തുണ്ടാവും. ഇതിപ്പോൾ ഒരു ഉണങ്ങിയ തേങ്ങ ചിരണ്ടി പിഴിഞ്ഞെടുക്കണത്. അപ്പം പിന്നെ അതിൻ്റെതായ പാലിന്റെ കുറവ് അതിലുണ്ടാവും. അപ്പം നല്ല കൂടുതൽ കാമ്പുള്ള തേങ്ങയും കൂടുതൽ തേങ്ങയും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ കിട്ടും. അപ്പം അതങ്ങനെ. മൂന്നാമത്തെ ഇത് വേവിക്കാനുള്ളതാട്ടോ. വേവിക്കാൻ നേരത്തെ ചേർക്കണം. ഇപ്പൊ തന്നെ വേവിക്കാൻ പറ്റും. ഇനി ഈ പിസറ് നമ്മൾ കളയും. ഒന്നുമില്ല. ചെടിയുടെ ഒക്കെ ചോട്ടിലിട്ടാൽ നല്ലതാന്ന് പറയണ്ടേ. ഞാൻ ഇടാത്ത ഈ കാക്ക ഇത് വന്ന് ചെടിയുടെ വേരൊക്കെ പിന്നെ അത് നമ്മൾ അവശേഷാക്കും. അത് പച്ചക്കറി നട്ടേക്കനാണെങ്കിൽ എൻ്റെ ചോട്ടിലൊക്കെ വന്ന് ഈ ഒരുപാട് കിളികളുണ്ട്. ചിലപ്പോൾ കൊത്തിയത് വേരൊക്കെ കളഞ്ഞ് നശിപ്പിക്കും. അത് കാരണം ഞാൻ അങ്ങനെ ഇടാറില്ല കേട്ടോ. ഇങ്ങനെ സത്ത് മുഴുവൻ എടുത്ത മിച്ചം വരുന്ന തേങ്ങാപ്പീര നിങ്ങൾ എന്താണ് ചെയ്യണേന്ന് എന്തെങ്കിലും ഇഫക്റ്റീവ് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞങ്ങളിത് കളയുവാട്ടോ പതിവ്. ഞാൻ പറഞ്ഞില്ലേ, ചെടിയുടെയും മറ്റ് പച്ചക്കറിയുടെയും ചുവട്ടിലിട്ട ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട് ഇവിടെ കിളികൾ എപ്പോഴും ഒരുപാടുണ്ട്. നിങ്ങൾക്ക് തന്നെ സൗണ്ട് കേൾക്കാം കുയിലിന്റെ. നീ മിണ്ടാണ്ടിരുന്നേ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ചെടി മോശമാക്കി കളയും കൊത്തി. അതുകൊണ്ട് ഞാനത് കളയുക പതിവ്. ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് പരിപാടി കുക്കറിൽ വെക്കാം. അപ്പൊ നമ്മുടെ ഒന്നാം പാല് ഉണ്ടോ നല്ല കൊഴുകൊഴുത്തിരിക്കണ കാണുമ്പോ തന്നെ അറിയാതെ അല്ലേ. നല്ലതായിട്ട് കൊഴുത്താണ് ഇരിക്കണത്. നല്ല കൊഴുത്തിരിക്കുന്നു. രണ്ടാം പാല് ഇത്രയും കൂടി നേർമയായിട്ടുണ്ട്. കണ്ടോ, ഇത്രയും കൂടി നേർമയായിട്ടുണ്ട്. മൂന്നാം പാല് അതെ 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 അതെ. രണ്ടാം പാല് ഒന്നാം പാലിനാണ് ഗുണം കൂടുതൽ. അപ്പയില്ലേ, 2 ദിവസം മുമ്പ് തൃപ്പൂണിത്തുറ പോയി നിന്റെ ചെരുപ്പ് റെഡിയാക്കാൻ കൊടുത്തു. പൊളിഞ്ഞു പോയി ചെരുപ്പ്. സോള് പോയതാ. കണ്ടോ, കംപ്ലീറ്റ് നല്ല സൂപ്പറായി തയ്ച്ചു. തയ്ക്കുകയും ചെയ്തു, ഒട്ടിക്കുകയും ചെയ്തു അല്ലേ. 2 ചെയ്തോ? 2 ചെയ്തു. ഒരെണ്ണേ പോയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം വിട്ടു തുടങ്ങിയായിരുന്നു. അപ്പൊ 2 കൊടുത്തേക്കാം. പക്ഷെ നല്ല ചെരുപ്പ് ഇത്. അധികം അങ്ങനെ ഇടാറില്ല, എങ്കിലും നല്ല ചെരുപ്പാ. ഞാൻ എന്നിട്ട് കാണിക്കാം. വേണമെങ്കിൽ അമ്മ എടുത്തോ. അത് അമ്മയ്ക്ക് പാകാണോ? എനിക്ക് കുറെ ഉണ്ട്. ബാറ്റയുടെ കിടക്കണോ, മെട്രോയുടെ കിടക്കണോ, ബാറ്റയുടെ കിടക്കണം. ബാറ്റയുടെ 2 ഒരു മെട്രോ, പിന്നെ ഒരു ഷൈൻ സ്റ്റോഴ്സിലെ പച്ച. എനിക്ക് അധികം ഇഷ്ടമല്ല. ഇപ്പൊ തന്നെ അധികം ഇടയ്ക്കൊക്കെ ഞാൻ ചിലപ്പോ എടുത്തിട്ട് ഇത് ലോക്കല് പോകുമ്പോ ഇടണ ചെരുപ്പ്. അപ്പൊ നമ്മള് സോള് പോയെന്ന് പറഞ്ഞ് കളയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, കാരണം അതിന് നല്ല ചെരുപ്പാ. അത് ഇതൊക്കെ ധാരാളം മതി നമുക്ക്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് എത്ര രൂപ മേടിച്ചു? 100 രൂപയാ? 2 ചെയ്തല്ലോ. അല്ല, അവരുടെ വർക്ക് അപ്പൊ പറയാ പിടിച്ചോ.
പറഞ്ഞപ്പോഴ് കളങ്കളാ സാറേ, അതുകൊണ്ടാണ്. പിടിക്കൂല, പിടിക്കില്ല, പശ പിടിക്കില്ല. അപ്പൊ തയ്ച്ചത് നന്നായി. തയ്ച്ചത് നന്നായി. അത് സെറ്റായി കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. മുറിയിലിട്ടേക്കാം. നന്നായിട്ടുണ്ട് തയ്ച്ചത്. കൈ കൊണ്ട് തയ്ച്ചതാണേലും നന്നായിട്ടുണ്ടെന്ന്. അവിടെ ഇട്ടു കേട്ടോ. ഇനി അപ്പയ്ക്ക് സോഡ പിഴിയാം, നാരങ്ങ വെള്ളം. എന്നാക്കി അപ്പ ഇന്ന് കൊണ്ടുവന്നേക്കണേ? പാലങ്ങ് വെച്ചു. സോഡ, ആ സോഡയുണ്ട്, പാല്, പിന്നെ ബ്രെഡ്, പച്ചപ്പഴം. അതിനോട് തുറന്നു കിടക്കട്ടെ. ആ ഇവിടെ ഉണ്ട്. ഇത് പെട്ടെന്ന് കണ്ടപ്പോ മിൽമ ബ്രെഡാന്ന് വിചാരിച്ചു. മോഡേണിന്റെ വൈറ്റ് ആണല്ലോ അപ്പൊ മേടിച്ചേ. ആകെ ഈ ബ്രെഡ് മാത്രമേ ഉള്ളൂ അവിടെ. ആ കോവയ്ക്ക ഉണ്ട് കേട്ടോ. മെഴുക്ക് വരട്ടല്ല, ഫ്രൈ, സ്പെഷ്യൽ ഫ്രൈ ആണ് അമ്മയുടെ വക. സ്പെഷ്യൽ കോവയ്ക്ക ഫ്രൈ. വീണ്ടും എത്തിയോ അച്ചിങ്ങ? അച്ചിങ്ങ ഇല്ലാത്തൊരു കച്ചവടം ഇല്ല. മുറത്തിലിട്ട് കാണിക്കാൻ. ഇതിന്റെ പേരെന്നാന്നറിയോ ഈ അച്ചിങ്ങയുടെ? എനിക്കും അറിയില്ല, അതാ ചോദിച്ച പേര്. ചുമ്മാ കണ്ടാ പേര് പറയാൻ പറ്റില്ല.